മെഹന്തി, ഹൽദി, വെഡ്ഡിംഗ്, റിസപ്ഷൻ ഇങ്ങനെ 4 പരിപാടികൾക്ക് നമ്മൾ ബ്രൈഡൽ മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇവന്റ്സ് മാത്രമാണ് കേട്ടോ നമ്മൾ ഇത്ര ഡിസ്റ്റൻസിലേക്ക് കമ്മിറ്റ് ചെയ്യാറ്. അപ്പൊ നമ്മൾ മലപ്പുറത്ത് നിന്ന് ഇവിടേക്ക് വർക്കിനായി വന്നിരിക്കുകയായിരുന്നു. എപ്പോഴും എന്റെ ക്ലോസ്ഡ് ഹാർട്ടാണ് ഈ ഒരു വർക്കും അവിടുത്തെ ആൾക്കാരും. ഇതിന്റെ ഫുൾ വ്ലോഗാണ് ഇന്ന്. ഡിസംബർ 13 ഈ ഒരു വർക്ക്. ഇത് ഏർലി മോർണിംഗ് ആണ്. 5:50 AM നമ്മൾ അവിടെ എത്തിയത്. ട്രെയിനിലാണ് നമ്മൾ വന്നത്. തലേ ദിവസം രാത്രി ഒരു 9 മണി ആകുമ്പോഴായിരുന്നു നമ്മൾ ട്രെയിൻ കയറിയത്. നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ പ്രൈഡ് ബീച്ച് റിസോർട്ടിലാണ് കേട്ടോ. ഇവിടെയാണ് ഇവരുടെ വെഡിങ് നടക്കുന്നത്. ഇത് വർക്കലയാണ് പ്ലേസ്. ബ്രൈഡും ഫാമിലിയും അറ്റ് ദ മൊമെന്റ് ഉള്ളത് ട്രിവാൻഡ്രത്താണ്. അവർ ഇനി ഒരു നൂൺ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക. ഇവിടെയാണ് അവരുടെ ഇവന്റും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. മേക്കപ്പും നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. നമ്മൾ ലഗേജ് എല്ലാം ഇറക്കിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ നടക്കാറ്. പുറത്തിങ്ങനെ വെളിച്ചം വെച്ച് വരുന്നുണ്ട്. നമ്മൾ നല്ല ടയർഡാണ്. അപ്പോൾ ഉറങ്ങാണ് കുറച്ചു നേരം. മോർണിംഗ് ഒരു 7:30 ഒക്കെ ആയപ്പോൾ നമ്മൾ എണീറ്റു കേട്ടോ. ഇത് മോർണിംഗ് വ്യൂ ആണ്. സ്റ്റേജ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള പണികളും തകൃതിയായ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഷൈൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡൈനിങ് ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഷൈന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ എണീക്കാൻ അത്ര മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ബ്രൈഡ് ഉച്ചയ്ക്കല്ലേ വരുള്ളൂ, അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എണീക്കാം എന്നായിരുന്നു ഷായ് പറയുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു 8:30, 8:45 ആകുമ്പോഴത്തേക്കും വിളിച്ച് എണീപ്പിക്കുകയായിരുന്നു. നമ്മൾ ട്രെയിനിൽ വന്നതുകൊണ്ട് തന്നെ എവിടെ ഇറങ്ങണം, എപ്പോൾ ഇറങ്ങണം, ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിരുന്നത് ഷൈനായിരുന്നു. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റി, ഷൈൻ അത്ര അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഭക്ഷണം വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അതുപോലെ തന്നെ സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ഷൈൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഇങ്ങനെ നടക്കുകയാണ്. നമുക്കിവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ ഈ ഒരു സീ വ്യൂ കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു പീസ്ഫുൾ ആൻഡ് കാമിങ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ കുറേ പേര് സർഫിംഗ് ഒക്കെ ചെയ്യുന്നൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അങ്ങോട്ടൊക്കെ നമുക്ക് പോകാനൊക്കെ വേണ്ടി പറ്റും കേട്ടോ. ഞാൻ ഷായി മെല്ലെ ഓരോന്ന് കണ്ട് അങ്ങോട്ടേക്ക് എത്തും. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇവിടെ കണ്ടത് സ്റ്റേജ് ഡെക്കറേഷൻസ്, അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു റൂംസിൻ്റെ ഒക്കെ ചെറിയ കൺസ്ട്രക്ഷൻ വർക്ക്സും കൂടി നടക്കുന്നുണ്ട് തോന്നുന്നു. അത് ഈ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അവിടെ കുറേ ചെയേഴ്സും ബാക്കി ഇങ്ങനെ പ്രോപ്സും ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അവർ. ഏകദേശം ഒരു രാവിലെ സമയമാണ്. ഒരു 10-10:30 ആ ഒരു ടൈമാണ് ഇപ്പോഴെന്നുണ്ടെങ്കിലും അത്യാവശ്യം ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ നല്ല സ്പോട്ടുകൾ കണ്ടപ്പോൾ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു, വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു, എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. നല്ലൊരു കാമിങ് സിറ്റുവേഷൻ ആയിരുന്നു. എപ്പോഴും ബീച്ചസ് എന്ന് പറയുന്നത് ഒരു വേറെ വൈബാണ്. എനിക്ക് ഷൈനും ബീച്ചസ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ പ്രകൃതി രമണീയമായ എന്തും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാത്ത അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളും ഇഷ്ടമാണ് കേട്ടോ. ഇതും വേറൊരു വൈബല്ലേ. നമ്മൾ കുറേ ടൈമും നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ക്യാപ്സ്യൂൾസ് കൊണ്ട് തന്നു കേട്ടോ. അതായത് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത്. ഇതിൽ ബാക്കിലൊക്കെ പണി കൺസ്ട്രക്ഷൻസ് നടക്കുന്നത് നിങ്ങൾ കണ്ടില്ല. അപ്പോൾ അതിൻ്റെ നോയ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പോർഷൻസിലൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ട്രെയിനിൽ വന്നിറങ്ങിയപ്പോൾ മുതലേ എനിക്കൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രൈഡിൻ്റെ ഉമ്മ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൊണ്ടവേദനയൊക്കെ ആയിട്ടും ഈ വെയിലത്തെ കൂടെ ഇങ്ങനെ നടക്കുകയാണോ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. ചിലതൊക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ബാക്കി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ മറക്കില്ലേ, അത്രയേ ഉള്ളൂ. വലിയ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു തൊണ്ടവേദന കേട്ടോ. പിന്നെ ഗുളികയൊക്കെ ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ മേക്ക് ഓവറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മളുടെ ബ്രൈഡിൻ്റെ നെയിം ഷക്കിയ എന്നാണ്. ഷക്കിയയുടെ ഉമ്മയായിട്ടാണ് നമ്മൾ കൂടുതൽ കോൺടാക്ട് ചെയ്തിരുന്നത്. ഇനീഷ്യലി നമ്മളെ പാക്കേജസ് എല്ലാം അറിയാനായിട്ട് ഫസ്റ്റ് കോൺടാക്ട് ചെയ്തതും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂടുതലും ബ്രൈഡിന്റെ ഉമ്മയായിട്ടാണ് കേട്ടോ. ബ്രൈഡിനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ ഉമ്മാനായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ഒക്കെ ചെയ്തിരുന്നത്. ഒക്ടോബർ 26 ഉമ്മ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം തന്നെ അവർ ബുക്കിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷനും എല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് 6 മണിക്കാണ് അവരുടെ മെഹന്തി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞ് 1 മണി ആകുമ്പോഴത്തേക്കും ബ്രൈഡ് എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ വന്നാലുടനെ നമ്മൾ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു 10:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് അധികം സമയമുണ്ട്, ഗ്യാപ്പ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ചുറ്റി കാണുമായിരുന്നു. കുറേ ഇങ്ങനെ തോണികളും ഒക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണോ ഇതിന് പറയാം. എന്തായാലും അവിടെ അങ്ങനെ കുറേ തോണികളും കാര്യങ്ങളും ഉണ്ട്. കുറേ പേര് ഇങ്ങനെ എൻജോയ് ചെയ്ത് സർഫ് ചെയ്യുന്നുണ്ട്. എനിക്കതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് സർഫ് ചെയ്യാൻ ഇങ്ങനെ കൊതിയാവായിരുന്നു കേട്ടോ. അറിയില്ല എന്നുണ്ടെങ്കിലും അവർ അവിടെ അത് ടീച്ച് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു വർക്കിന് വന്നതല്ലേ, അപ്പം ഞാൻ സംയമനം പാലിച്ച് നിന്നു. നമ്മൾ ഇനി ഇതിനായിട്ട് അവിടെ ഒരു ദിവസം പോകണം എന്നിങ്ങനെ പറയായിരുന്നു ഞാൻ ഷൈനോട്. നമുക്കൊന്ന് ജസ്റ്റ് കടലിൽ ഇറങ്ങിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഷൈൻ പറയുന്ന
പറയുന്ന എക്സ്ക്യൂസസ് ആണ്, ഞാൻ ഷൂ ആണ് ഇട്ടത്, അതുകൊണ്ട് ഞാൻ കടലിലേക്ക് ഇറങ്ങില്ല എന്നിട്ടോ. ഞാൻ ഇതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പോരാത്തതിന് 10 മണിയായി, 2 മണിയാകുമ്പോഴത്തേക്ക് അവർ വരും. ഇപ്പോൾ കടലിൽ ഇറങ്ങാൻ സമയമില്ല, നേരെ ഇങ്ങോട്ട് പോരുന്നൊക്കെ പറഞ്ഞിട്ട് പറയാമായിരുന്നു ഷായ്. പക്ഷേ 10 മുതൽ 2 മണി വരെ നോക്കുമ്പോൾ നമുക്ക് 4 മണിക്കൂറുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ കടലിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാന്നായിരുന്നു എൻ്റെ പോയിന്റ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് നേരം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. നമ്മൾ കടലിൽ കുളിക്കാനൊന്നും നിന്നില്ല, ജസ്റ്റ് ഒന്ന് കാലം നനച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി പോന്നു. ഷായ് പിന്നെ കാലമൊന്നും നനക്കാതെ ഇങ്ങനെ കരയ്ക്ക് നിന്ന് ആസ്വദിക്കുകയായിരുന്നു. കാഴ്ച കാണലൊക്കെ മതിയാക്കി ഞാനും ഷായും റൂമിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇങ്ങനെ വെയിൽ ചൂടാവുന്നതുകൊണ്ടേ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് തന്നെ പോവാണ്. കാലൊക്കെ കഴുകി. എനിക്ക് ചെറിയ തൊണ്ടവേദന സ്റ്റിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഗാർഗിൾ ചെയ്യുന്നും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഞാനും ഷായും നമ്മൾ രണ്ടുപേരും ഒന്ന് കുളിച്ച് ഫ്രഷനപ്പ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഷായിന് ലാപ്പിലുള്ള കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയാണ്. സോ നമുക്കിന്ന് ചെയ്യാനുള്ളത് മെഹന്തി നൈറ്റ് മേക്ക് ഓവറും ഹൽദി മേക്ക് ഓവറും ആണ്. മെഹന്തി കഴിഞ്ഞിട്ടാണ് ഹൽദി വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ 12 o'clock ആയി. നമ്മളിപ്പം ശരിക്കും നമ്മളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ നമ്മളുടെ ബ്രൈഡ് ഇത്തിരി ലേറ്റാണ്. ഇത്തിരി എന്ന് പറഞ്ഞാൽ മതിയോ, ഒരു 3 hours കൂടി കഴിയും എന്നാണ് പറഞ്ഞത്. സോ എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനും ഉണ്ട്. അതായത് ബ്രൈഡ് അത്രയും നേരം വൈകിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സ്പീഡ് കൂട്ടേണ്ടി വരും. അപ്പോൾ പെർഫെക്ഷൻ കുറയാനും പാടില്ല. അപ്പോൾ ആ ഒരു സീൻ, അതായത് കരിയറിൽ തന്നെ ഏറ്റവും റിസ്കി ഡേ ആയിരിക്കും ഇന്നെന്ന് തോന്നുന്നു. ബട്ട് ഹോപ്പ്ഫുള്ളി എന്തായാലും ഇനിയിപ്പോൾ അവരെ വിളിച്ചിട്ട് അവരെ സ്പീഡാക്കാൻ പറഞ്ഞിട്ടും അർജൻസി കൂട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്ലാനിങ്ങിലാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ എങ്ങനെയൊക്കെ ചെയ്യാം, അതായത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്താലാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ ലഞ്ചും കഴിച്ചു. എല്ലാ കറികളും കൂട്ടി നല്ലൊരു അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ട്രിവാൻഡ്രം സൈഡിലേക്ക് ഫുഡ് മൊത്തത്തിൽ നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡിങ്ങും കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ ബ്രൈഡ് എത്താറായി എന്നുള്ള കോള് വന്നു. അപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇങ്ങനെ റെഡിയായി സെറ്റായി നിൽക്കുകയായിരുന്നു. ബ്രൈഡ് വന്നാൽ ഉടനെ പിടിച്ചെടുത്ത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിക്ക്. അപ്പോൾ ആള് വന്നു. ആളുടെ ഫേസ് പ്രെപ്പിംഗ് എല്ലാം ചെയ്തു. അതുപോലെ ഫേസ് മേക്കപ്പ് എല്ലാം നമ്മൾ കൊടുത്തു. ഐ മേക്കപ്പ് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹെയർ സ്റ്റൈലും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. സാരിയും പെട്ടെന്ന് തന്നെ ഉടുപ്പിച്ചു. നമുക്ക് ഏകദേശം ഒരു 1.5 hours ആണ് ടോട്ടൽ മേക്ക് ഓവറിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ബ്രൈഡിൻ്റെ സിസ്റ്ററിനും മേക്കപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ടോട്ടൽ എല്ലാം കൂടെ അവിടെ ലേറ്റ് ആയ കാരണം നമ്മൾ ബ്രൈഡിൻ്റെ സിസ്റ്ററിന് ഈ ഒരു മെഹന്തി നൈറ്റിന് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം, അതായത് വെഡിങ്ങിന് നമ്മൾ ഇനി ആൾക്കും മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്.
ഇനി മെഹന്തി പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൽദിക്കുള്ള മേക്ക് ഓവർ ചെയ്യണം. അപ്പോൾ മെഹന്തി പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ബ്രൈഡ് വന്നു. ബ്രൈഡിന്റെ ഹെയർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് പിന്നെ നമ്മളൊരു ന്യൂ ഹെയർ സ്റ്റൈലും ന്യൂ ലുക്കും എല്ലാം കൊടുത്ത് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഹെയറിൽ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഹെയറിൽ വെച്ച് നോക്കിയപ്പോൾ വേണ്ടെന്ന് തോന്നി. അപ്പം ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് ആൾക്കൊരു ചെറിയ ബൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദാ കയ്യിലിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ബൊക്കെയാണ്. അങ്ങനെ നമ്മളുടെ ഹൽദി മേക്ക് ഓവർ ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവരുടെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാക്കി പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാണ്. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ ബ്രൈഡ് അവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പൊ ആ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നാളത്തെ വെഡിങ് ആൻഡ് റിസപ്ഷൻ മേക്ക് ഓവർ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.